ഹായ് ഫ്രണ്ട്സ്, മെമ്മറീസ് ട്രാവൽ വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് രണ്ട് അമ്പലങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അതായത് നമ്മുടെ മലയാലപ്പുഴ ദേവീക്ഷേത്രവും അത് കഴിഞ്ഞിട്ട് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതുണ്ടല്ലേ, എൻ്റെ ബാക്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ കാട്ടിൽ മേക്കതിൽ അമ്പലം. അപ്പം ഇന്നത്തെ യാത്രയുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ യാത്രകൾ ചെയ്യുന്ന പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടിയാണ് യാത്രകൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടായി ഉണ്ട്, അതുപോലെ തന്നെ പേരമ്മയും ചേട്ടായുടെ വൈഫും പിള്ളേരിൽ ഒരാളാണ് കണ്ണമ്മോനെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോം ഗ്രൗണ്ട് വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ണമ്മോനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്മുക്കുട്ടി വന്നേ. ഇതാണ് നമ്മുടെ കൊച്ച് അമ്മുക്കുട്ടിയെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ആദ്യമായിട്ടാണ്. കണ്ണമ്മ വന്ന സമയത്ത് അമ്മുക്കുട്ടി അന്നില്ലായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരുമാണ് ചേട്ടൻ്റെ പിള്ളേരാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് രണ്ട് അമ്പലങ്ങൾ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതിൻ്റെ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ചുറ്റിനും പോയിട്ട് ഇവിടെ തൊട്ട് ബാക്കിൽ കടലാണ്. ആ കടലൊക്കെ കാണണം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ചേട്ടായിയും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇറങ്ങി. രാവിലെ ഒരു 4 മണിയായപ്പം എല്ലാവരും എണീറ്റ് 5 മണി 5:30 ആയപ്പോഴത്തേനും റെഡിയായി ഇറങ്ങി. കണ്ണമ്മോനെ നടുക്കിരുത്തിയിരിക്കുകയാണ്. ഇന്നോവയ്ക്കകത്ത് കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഫുള്ള് സുദീപാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അല്ലാത്ത ചുമയാണ്. അതെ ചേട്ടായിക്ക് ഭയങ്കര ചുമയാണ്. സംസാരിക്കും വ്ലോഗ് ഇങ്ങനെയാ. ഇത് യൂട്യൂബിനകത്ത് വരും കേട്ടോ, ഈ പറയുന്നതല്ലോ. നോക്കി കണ്ട് മാത്രം സംസാരിക്കുക, അതാണ്. അയ്യോ, സൂര്യൻ എത്തിച്ചു വരുന്നുണ്ട്. ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കാഴ്ച കാണാം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ കാഴ്ച കാണാം. കുറെ റബ്ബർ തോട്ടമാണ്. സൂര്യൻ എത്തിച്ചു വരുന്നു. സൂര്യനാണ് അവിടെ. വെറൈറ്റി ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു സംഭവം. അപ്പോൾ ഗൈസ്, നമ്മള് കുറച്ച് സമയത്തെ യാത്രകൾക്ക് ശേഷം ഫസ്റ്റ് വന്നിരിക്കുന്നത് മലയാലപ്പുഴ അമ്പലത്തിലാണ്. ചേട്ടായിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മലയാലപ്പുഴ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. അമ്പലത്തിനകത്തേക്ക് കയറുകയാണ്. ഹലോ അമ്മക്കുട്ടി, ഇങ്ങോട്ട് നോക്കിയേ. കണ്ണമോനെ. ഹലോ ഗൈസ്, നമ്മളിപ്പം മലയാലപ്പുഴ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങി. ഇതുകൊണ്ട് കാപ്പ് കുടിക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേയധികം കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പായസമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലേ, അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ്. കൈസ വണ്ടി ഇപ്പം ഇടിച്ചാണ്. അമ്മ ഇതുണ്ട് കഴിക്കാനിരിക്കുന്നു. ഇത് പേരമ്മയാണ് കേട്ടോ. ഇത് കണ്ണമ്മോനെ ബോർബൺ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബോർബൺ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തു. ഇതാ അമ്മുക്കുട്ടി ഇവിടെ ഇരിക്കുന്നു. ഹായ് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിക്ക് ഭയങ്കര നാണം കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നിട്ട് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. ഒരു ചെറിയ ചായക്കടയാണ്. ജസ്റ്റ് നമ്മൾ ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചായ എത്തിയിരിക്കുകയാണ്. നല്ല ഉഴുന്നോടെ എത്തിയിരിക്കുകയാണ്. നല്ല ഉഴുന്നോടെയും ചായയും. അതാണ് നമ്മുടെ രാവിലത്തെ ചെറിയ ലഘുഭക്ഷണം. വടക്കടയുണ്ട്, വടക്കട. ആദ്യമായിട്ടാണ് വടക്കട നമ്മൾ പോകുന്ന വഴിക്കുണ്ട്.
യാത്രകൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നോവയുടെ ഏറ്റവും ബാക്ക് സീറ്റിലായതുകൊണ്ട് നമുക്ക് വലിയ ആയാസങ്ങളൊന്നും പറ്റുന്നില്ല. ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ 3 പേരും ഒതുങ്ങിയിരിക്കുകയാണ്. അമ്മയൊക്കെ ഇരിക്കുന്നുണ്ടാ കോമഡി കേട്ടോ, വൻ കോമഡിയാ, ഒരു രക്ഷയില്ല. അമ്മ കണ്ട് ഇവിടെ ഏതാണ്ട് സ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടാ ഇരിക്കുന്നത്. അച്ഛൻ ഈ സൈഡിലുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ആ സുദീപാണ് മുന്നിലിരുന്ന് പറപ്പിക്കുന്നത്. പകൽ കൊല ഓടുന്നു. കടല് കണ്ടാ എനിക്ക് ഞാന്താ, എനിക്ക് അകലെ നിന്നുള്ള വ്യൂ കിട്ടണം കടലിന്റെ, അതിന് വേണ്ടിട്ടാ. ഇതുണ്ട് അകലെ നിന്നുള്ള എടുക്കുവാണേ. എടാ അപ്പുറത്ത് കടലാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? യെസ് ഗയ്സ്, കടലേ അല്ല അകലെ നിന്നുള്ള അകലെ നിന്നുള്ള കടലിന്റെ വ്യൂ ആണ് ഗയ്സ്. അയ്യോ രക്ഷയില്ല കേട്ടോ. ഇതാടാ ഫ്രണ്ടിൽ കാണുന്ന കടല്. അയ്യോ ഇത് കണ്ടോ, ഫ്രണ്ട് കണ്ടോ? അമ്മക്കുട്ടി നല്ല ഡാൻസ് ഒക്കെ ചെയ്യും കേട്ടോ, അടിപൊളിയാണ്. ഡാൻസിന്റെ ഒക്കെ വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ അമ്മക്കുട്ടി? ഇതാണ് കണ്ണമ്മോൻ. കണ്ണമ്മോൻ നമ്മുടെ ഹോം ഗ്രൗണ്ടിൻ്റെ ഫസ്റ്റ് ട്രിപ്പിനകത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അന്ന് ഇവൻ ചെറുതായിരുന്നു കേട്ടോ, അല്ലടാ? ഇപ്പം വലിയ പുരുഷനായി. ചേട്ടായിയും അമ്മയും അച്ഛനും പേരമ്മയും എല്ലാം അമ്പലത്തിനകത്തുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ മരത്തെ നിറച്ച് കിളികളാണ്. ചെറിയ കായകളും ഉണ്ടായിട്ടുണ്ട്. ദൈവനാണ് പാർട്ടി. ഇങ്ങനത്തെ ചെറിയ കിളികൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒത്തിരി കണ്ടമാനം നിന്ന് കരയുന്നുണ്ട്. ഇതുണ്ടോ? ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ കാട്ടിൽ മേഘത്തിൽ ദേവീക്ഷേത്രത്തിൻ്റെ. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡ് കടലാണ്. ഇതുണ്ടോ? ഇവിടെ ഇങ്ങനെ കല്ലും കൂട്ടം ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അതായത് കടലിൽ നിന്ന് വൻ തിരമാലകളൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ലിട്ടിട്ടുണ്ട്. ഞാനും അനിയനും കൂടെ ഇതിൻ്റെ മേളിൽ കയറി തിരമാലകളൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇതുണ്ടല്ലോ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിരയുടെ രീതി എന്ന് പറഞ്ഞാൽ തിര ഇങ്ങനെ വരുന്ന, അതായത് അകലെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടില്ല. പെട്ടെന്ന് ഇവിടെ തന്നെ കൂടി അങ്ങ് ഒറ്റ അടിയാണ്. ഇതുണ്ടോ? അങ്ങനെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കാണുന്നതുകൊണ്ട് അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ഈ ഒരു ഏരിയയിലൊക്കെ തിരയുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ തിരയുടെ ഒരു ഇത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കടലിലൊക്കെ മീൻ പിടിക്കാൻ പോയേക്കുന്ന വള്ളങ്ങളും ബോട്ടുകളൊക്കെ അങ്ങ് അകലെയൊക്കെ കാണാം. ഇതുണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് അമ്പലത്തിൻ്റെ നമ്മൾ മതിലിന് വെളിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, അമ്പലത്തിൻ്റെ അകത്ത് ഇതുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ആൽമരം. ആ മരത്തിലാണ് മണി കെട്ടിത്തൂക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഒരു വഴിപാടാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ അമ്പലത്തിൽ ഒരു കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളത്തിന് നമ്മുടെ സാധാരണ കടൽത്തീരത്തിൻ്റെ തീരത്തായിട്ടുള്ള കിണറിന് ഉപ്പുരസമായിരിക്കും. പക്ഷേങ്കിൽ ഇവിടെ നോർമൽ വെള്ളം തന്നെയാണ് കിട്ടുന്നത്. ആ കിണർ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് കിണർ. കിണറിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിലേക്ക് ചില്ലറ ഇട്ടിരിക്കുകയാണ് കേട്ടോ, ഈ കാണുന്നത്. ആണല്ലേ? അപ്പോൾ ഈ കിണറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപ്പുരസമില്ല. നമ്മുടെ കടലിൻ്റെ തീരത്തുള്ള ഒരു കിണറാണെങ്കിൽ കൂടി നമ്മുടെ നോർമൽ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അതാണ് ഈ കിണറിൻ്റെ പ്രത്യേകത. ഇതുപോലത്തെ 5 കിണറുകൾ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റിനുമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ എല്ലാവരും കൂടെ തൊഴുത് കഴിഞ്ഞിട്ട്
എൻ്റെ കടൽ കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഇവിടെ കുറേയധികം മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതല്ലേ ഫൈബർ ബോട്ടുകളാണേ, ഇതുണ്ടോ. അപ്പം ഇതാണ് പേരമ്മ, ഇത് അനുഭവ ചേച്ചി, ഇത് ചേട്ടായി, ഹായ്, ഇത് കണ്ണമ്മോൻ, ഇത് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി ഹായ്. ഇപ്പം പിടിച്ചോണ്ട് വന്നല്ലേ? എന്നാ വെറൈറ്റിയാ ചേട്ടാ ഇത്? മീനിൻ്റെ പേര് അയലയാണോ? ഇത് ഇപ്പം പിടിച്ചോണ്ട് വന്ന മീനാണേ. ചേട്ടൻ പിടിച്ചോണ്ട് വന്നതാണ്. അയലയാണ്, അയല. വരുന്നു, കുറേ വരുന്നു. അത് വന്ന് മായ്ക്കും. മെമ്മറീസ് ട്രാവൽ വ്ളോഗ് എന്നാണ് എഴുതുന്നത്. അതെ, അവൻ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതുവാണ്. അത് പകുതി മാഞ്ഞു, ട്രാവൽ വരെ ആയി. ഓ മായ്ച്ചു. അപ്പോൾ ഗൈസ്, നമ്മളിതാണ്ട് കടൽ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. അമ്മയുണ്ട്, അനുവദിച്ചുണ്ട്. അമ്മക്കുട്ടി എങ്ങനെയുണ്ട് ഈ കടല്? സൂപ്പറാണോ? ഇതെന്നെ പെറുക്കിയേക്കുന്ന കയ്യിലെന്നായിരിക്കുന്നത്? ആഹാ, ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് കടൽ കാണാൻ വേണ്ടിയിട്ട് വന്നു. ആദ്യമേ പോയെന്ന് പറഞ്ഞാൽ മലയാലപ്പുഴ അമ്പലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് നമ്മൾ ഇവിടെ കാട്ടിൽമേക്കതിൽ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നദാനം കഴിച്ചു. ഇവിടുത്തെ അന്നദാനം അടിപൊളിയായിരുന്നു കേട്ടോ. കഞ്ഞിയും പയറുമായിരുന്നു. ഫുൾ ഉപ്പിനകത്ത് കുളിച്ചു. പാൻ്റെ മൊത്തം വെള്ളമായി. ഇനി വണ്ടിയിലോട്ട് കയറുമ്പോൾ ഫുൾ ഉപ്പായിരിക്കും. അതാണ് പ്രശ്നം വരുന്നത്. പോകത്തില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ടേ. രസമാ. എടാ ഈ തിരങ്ങി കയറി വരും. എടാ തിര നോക്കണം. അത് വരും, അതിവിടെ വരും. ഫുള്ള് വരും. അത് വലിയ തിര കേട്ടോ. ഇതുണ്ട് ഈ വരുന്നത്. ഇതുകൊണ്ട് ഈ വരുന്ന ഈ പുറകെ വരുന്ന സാധനം നമ്മുടെ ഇവിടെ മൊത്തം നരയ്ക്കും. കിടക്കല്ലേ അല്ലേ? മൃഗങ്ങളുടെ പടമുള്ള മുട്ടയിലുള്ള ചെറിയ മുട്ടായി. ഇത് പണ്ടിങ്ങനെ വിൽപ്പനക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത് കാണാറില്ല. എന്നാ ഓരോന്ന് കാണിച്ചേ ക്യാമറ. ആ അതെന്നാ കൊക്കാണോ? ആ പക്ഷി. എന്നാ പോവില്ലേ? നമ്മോടത്തുള്ള ഗൈസെല്ലാം ഇറങ്ങ. ഭയങ്കര ചൂട്. അതെ. അപ്പോൾ നമ്മൾ കളിപ്പാട്ടക്കട കയറിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുണ്ടോ കളിപ്പാട്ടങ്ങൾ. ഏതാ? മേക്കപ്പ് സെറ്റ്. അമ്മുക്കുട്ടി എടുത്തേക്കുന്നത് മേക്കപ്പ് സെറ്റാണ്. അമ്മുക്കുട്ടിയുടെ മേക്കപ്പ് സെറ്റ് പിടിച്ചേ.
ഇതിപ്പോ ഈ ബോർഡും കളയും ഈ അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങി ഇതേണ്ട വണ്ടി ഒരു തണലുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ട് പാർക്ക് ചെയ്തായിരുന്നു. ഇവിടെ നല്ല വെയിലാണ്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് അങ്ങോട്ടാ പോകുന്നത്? ആയില്ല. നമ്മുടെ യാത്രകളൊക്കെ എങ്ങനെയാണ്? തീരുമാനമാകത്തില്ല. നമ്മൾ വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ തീരുമാനം വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്കിനി കാണാനുള്ളത് പറഞ്ഞാൽ ഇവിടെ കരിമണൽ ഖനനം ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെ സംവിധാനമൊക്കെ ഉണ്ട്. ഓപ്പൺ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. ഗൈസ് വണ്ടിയെ കയറാൻ പറയുകയാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. നമ്മുടെ വണ്ടിക്കകത്തോട് കയറണമെങ്കിൽ ഒരു തച്ച് പണിയെടുക്കണം. അയ്യോ ഒരു തരത്തിൽ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് എത്തി. എവിടെ എൻ്റെ ചെരുപ്പ്? എവിടെ? അപ്പൊ ഇതുണ്ട് ഈ കാണുന്നതൊക്കെ ഖനനത്തിന്റെ ഭാഗം തന്നെയാണ്. കുറച്ചൊക്കെ ഇതിന്റെ കടലിൽ നിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലിട്ട് സൈഡിൽ കൂടെ ബോർഡർ പോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്ല് കൊണ്ടിറക്കിയേക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴല്ലേ ആ ദൂരെ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ണ് മിച്ചം വന്നേക്കുന്ന മണ്ണൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള JCBയും അങ്ങനെയൊക്കെയാണ്. ഇതുണ്ടോ ഈ ഒരു സൈഡിൽ കുറച്ച് ഏരിയയിൽ ഇതുണ്ടല്ലേ മണ്ണ് ഖനനം ചെയ്തിട്ട് അവിടെ എന്താ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ടോ ഇത് ശരിക്കും വെള്ളമല്ല വരുന്നത്, മണ്ണ് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ തെറിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുക. എന്നാത്തിനാണോ ഇങ്ങനെ തെറിപ്പിക്കുന്നത്? ഇതുണ്ടോ നല്ല ആവശ്യമുണ്ട്. പൈപ്പും മെക്കാനിസമൊക്കെ വെച്ചിട്ട് ഇതുണ്ടല്ലോ ഈ തെറിപ്പിച്ച് വിടുന്നത് മണലാണ്. മിച്ചം വരുന്ന വേസ്റ്റ് മണലാണ് ഇങ്ങനെ തെറിപ്പിച്ച് വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡംബേരിയ ഇവിടെ ഉണ്ടല്ലേ. സ്ക്രീൻ വേസ്റ്റ് ഡംബേരിയ ഇതുണ്ടല്ലേ. ഇതൊക്കെ ഈ സൈഡിൽ കാണുന്ന മണലൊക്കെ എന്ന് പറഞ്ഞാൽ കരിമണൽ ഖനനം ചെയ്തിട്ട് മിച്ചം വന്ന മണലാണ്. അജി ശരിക്കും ഇത് എന്നാ കരിമണൽ ഖനനം ചെയ്തിട്ട് മെയിനായിട്ട് എന്നാ തോറിയോ? അതല്ലേ ഇവിടെ അല്ല അത് തന്നെയാണ് അതിന്റെ അതിപ്പോ വലിയ സംഭവമാണല്ലോ. മണ്ണിൽ കൂടെ വന്നിട്ട് ചോദിക്കാം മണ്ണല്ലല്ലേ എവിടെ ഇന്നത്തെ ഹീറോ ചേട്ടായി തകർത്തടിക്കുക. പാലായിൽ ആറ്റിന്ന് വാരി കൊണ്ട് ഇവിടെ കൊണ്ട് ഇടുക. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ ഞങ്ങളെല്ലാവരും അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത് കടലിൻ്റെ നല്ല കാഴ്ച കിട്ടുന്നിടത്ത് വന്ന് ഈ കടലൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഒരു കല്ലുംകൂട്ടം പോലെ ഇങ്ങനെ കടലിലോട്ടൊക്കെ ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഈ ഒരു സംഭവമാണ് ശരിക്കും ഈ കരിമണൽ കടലിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ കുറച്ച് മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടത്. ഇതുകൊണ്ടല്ലേ ഇവിടെ എല്ലാം ഫുള്ള് JCB കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ. നല്ല കാറ്റാണ്. ഇതല്ലേ ഈ മണല ഖനനം ചെയ്തെടുക്കുന്നല്ലേ? ഓ ശരി. ഓ അങ്ങ് ദൂരത്തായിട്ട് ഒരു ചെറിയ ബോട്ട് കിടപ്പുണ്ട്. ഇതുണ്ടോ ഇവിടെ വരുന്ന തിരയുടെ വലുപ്പം കൊണ്ട് ഇതുണ്ടോ. ചില തിരകൾ വരുന്നത് അത്യാവശ്യം നല്ല വലിയ തിരകളാണ്. ഇതുണ്ടോ ഇതാണ് ഈ കാണുന്ന ഈ കല്ല് കൂട്ടിയിട്ടേക്കുന്നതാണ് ഇതിൻ്റെ ബോർഡർ. അതായത് ഇവിടെ ശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കല്ല് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതുപോലെ കണ്ടില്ലേ, ഇപ്പം നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ കല്ലുകൾ വെച്ചിട്ട് ഇത് തിരയുടെ ആക്കം കുറയ്ക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല തിരയുള്ള ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഇതുപോലെ ഇതുണ്ടല്ലേ കല്ല് മുന്നോട്ട് അടുക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്ന തിരയുടെ ആക്കം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം കേട്ടോ. മെയിനായിട്ടും പിള്ളേർ വെള്ളത്തിൽ കിടന്ന് നല്ല ചാടി തിമിറുകയാണ്. കണ്ണമ്മോനെ കുറേ നേരമായിട്ട് തോട്ടിൽ കുളിക്കണമെന്ന് പറഞ്ഞ് കടലിൽ പോയിട്ട് ചാടി കുളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ
മണിമലയാറ്റിൽ ഒരു ചെക്ക് ഡാമുണ്ട്, നല്ല വിശാലമായിട്ടുള്ള ചെക്ക് ഡാം. അവിടെ ഇറങ്ങി കുളിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനലിലെ വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.